എടി കൃഷ്ണേ. എന്താടി മധു? മധുന്നാ ചേച്ചി വിളിക്കടി. ചേച്ചി അതെ, നമ്മുടെ അച്ഛൻ പോയിട്ട് നന്നായിട്ടുണ്ടാവോ? നന്നാവാണ്ടിരുന്നാ മതിയായിരുന്നു. എന്താടി അങ്ങനെ ഒരു ടോക്ക്? അച്ഛൻ പോയി ഉള്ള ഉത്തരവാദിത്തമൊക്കെ പഠിച്ചിട്ട് ഇനി നമ്മളടുത്ത് വന്നിട്ട് ഉത്തരവാദിത്തം പഠിപ്പിക്കാൻ. അങ്ങനെയെങ്കിലും നീ ഇത്തിരി ഉത്തരവാദിത്തം പഠിക്കട്ടേടി. ഭയങ്കര ഉത്തരവാദിത്തമുള്ള ആള്. ഓ, എന്താണ് എനിക്ക് ഉത്തരവാദിത്തത്തിന് കുറവ്? ഒരു കുറവുമില്ല. ഉണ്ടോ? ഞാൻ കുക്ക് ചെയ്യാനൊക്കെ വന്നിരിക്കണുണ്ടോ? എനിക്ക് ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ്. ഹായ്, വളരെ അത്ഭുതമായിരിക്കുന്നു. എന്താണ്? ചേച്ചിയും അനിയത്തിയും അടുക്കളയിൽ ഒരുമിച്ച്. എന്നാ വന്ന് കൂട്, കുറച്ചും കൂടെ അത്ഭുതമാവട്ടെ. എന്നെ കൊണ്ട് പണിപ്പിക്കാനുള്ള സൂത്രല്ലേ? ഞാൻ ചെയ്യില്ല, അത്ഭുതം ഇല്ല. എടി അങ്ങനെയല്ല സവാള ഉരിയ വെട്ട്, അപ്പൊ അതിന് വേഗം പൊളിഞ്ഞു വരും. അറിയില്ലല്ലേ? എനിക്ക് തോന്നുന്ന പോലെ ഞാൻ സവാള അരിഞ്ഞോളാം. അച്ഛൻ പോയിട്ട് എന്തായാലും നന്നായിട്ട് വരാല്ലേ. അപ്പൊ ഞങ്ങൾ ഇത്തിരി രുചിയായിട്ട് ഫുഡൊക്കെ വെച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഓ, അപ്പൊ അച്ഛന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടികളാ? ആ അതെ. മക്കളെ, നിനക്ക് വല്ലതും വെക്കാൻ അറിയോ? നിങ്ങളുടെ അമ്മേ പച്ചക്കറി കഴുകാനും അരിയാനും അല്ലാണ്ട് വേറെ ഏതെങ്കിലും ദിവസം കുക്കിങ്ങിന് കയറ്റിയിട്ടുണ്ടാ? അപ്പച്ചി, ഞാനൊരു ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രിക്കാരി, എന്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയരുത്. എടി അതുകൊണ്ട് തന്നെ പറഞ്ഞത്. അപ്പച്ചി, എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് ഉണ്ടാക്കാൻ അപ്പച്ചിക്ക് അറിയോ? എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് എന്നെ പറ്റി അറിയാഞ്ഞിട്ടാ. എത്ര കുക്കിംഗ് ക്ലാസ്സുകളിൽ 1ാം സമ്മാനം നേടിയിട്ടുണ്ടെന്നറിയോ? ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ എങ്ങനെ അറിയാനേ? നിനക്ക് എന്നെ പറ്റി വല്ലതും അറിയൂ? ഇല്ല. ബാക്ക് സ്റ്റോറീസ് ഓഫ് സരിത. അല്ല, അത്രയും നന്നായി കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യേ, നോക്കട്ടെ. എനിക്ക് മാറ്, ഞാൻ ഉണ്ടാക്കും. എന്നെ പറ്റി ശരിക്കും അറിയില്ല നിനക്ക്. വേഗം പോവാ. ചെയ്തോട്ടോ. ഓ, ഏതോ ഞാൻ നന്നായിട്ട് ചെയ്യും. സവാള പൊളിക്കാൻ പോലും അറിയില്ല. ரோசாப்பூ சின்ன ரோசாப்பூ உன் பேரு சொல்லும் ரோசாப்பூ എടാ പ്രകാശ് ഇവിടെ ഇല്ലടാ മനോഹര. എവിടെ പോയി പ്രകാശേട്ടൻ? അവനെ 2 ദിവസമായി കോയമ്പത്തൂർ പോയിരിക്കുക. ആ പിന്നെ കോയമ്പത്തൂര്. ഞാൻ ഇന്നലെ ഇവിടെ കണ്ടേ ഉള്ളൂ പ്രകാശേട്ടനെ. എന്നോട് പറഞ്ഞാൽ മനസ്സിലാവൂലേ? പ്രകാശേട്ടോ. അല്ല, ഇതാരും മനോഹരനാ? എന്നാ എൻ്റെ പൊന്ന് ചേച്ചി, ഞാൻ ഇന്നലെ നമ്മുടെ പ്രകാശേട്ടനെയും വേണുക്കുട്ടനെയും കൂടെ കണ്ടായിരുന്നു. പ്രകാശേട്ടൻ 2 ദിവസമായിട്ട് കോയമ്പത്തൂരല്ലേ? അതെങ്ങനെ ശരിയായിരുന്നു? ശരി, ഞാൻ ഹോൾസെയിൽ സാധനം എടുക്കാൻ വേണ്ടി എറണാകുളത്ത് പോയപ്പോൾ നമ്മുടെ പ്രകാശേട്ടനും വേണുക്കുട്ടനെയും കൂടെ കണ്ടു. അവരാണെങ്കിൽ എന്നെ കഴിക്കാൻ വിളിച്ച് വെള്ളം അടിക്കാൻ. ഞാനാണെങ്കിൽ വെള്ളം അടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് ചെന്ന് വെള്ളം അടിയൊക്കെ തുടങ്ങി. എല്ലാവരും എന്നിട്ട് രസം പിടിച്ച് വരുമ്പോൾ എന്നോട് പറയുക, നീ ഓസിനടിക്കുന്നതാണ്. എടാ, നീ എന്റെ മകനെ പറ്റി അനാവശ്യം പറയരുത് കേട്ടോ. അതെന്താ അമ്മ അങ്ങനെ സംസാരിക്കുന്നത്? പിന്നല്ല, എന്നോട് അമ്മയ്ക്ക് സ്നേഹമൊന്നും ഇല്ലേ? നിന്നോട് സ്നേഹം. എന്റെ മോൻ വെള്ളം അടിക്കാൻ പോണെന്ന് എന്താ നോണ പറയുന്ന? ഞാൻ നുണയൊന്നും പറഞ്ഞല്ല. അവരെ ഇന്നലെ കണ്ടോളൂ. കൂടെ വേണുക്കുട്ടനും ഉണ്ടായിരുന്നു. പ്രകാശേട്ടൻ തന്നെയാ? അതെ. എന്നിട്ടാണെങ്കിൽ എന്നോട് പൈസയുടെ കണക്കൊക്കെ പറഞ്ഞു. എനിക്ക് ആകെ വിഷമമായിപ്പോയി. ഇതേണ്ട പ്രകാശനുള്ള പൈസയും കൊണ്ട് വന്നാ ഞാൻ. എന്ത് കണക്ക്? ഷെയർ കൊടുക്കണ്ടേ? ഇന്നലെ എന്നോട് പറഞ്ഞ ഓസിന് വെള്ളം അടിച്ചെന്ന്. എനിക്ക് ആകെ വിഷമമായിപ്പോയത്. സംഭവം ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല മനോഹര. നീ ഒന്നും കൂടി ഒന്ന് പറഞ്ഞ. ഞാനാണ് ഹോൾസെയിലിൽ സാധനം എടുക്കാൻ, തുണി എടുക്കാൻ. നമ്മൾ തുണിയില്ലേ, നമ്മൾ ഹോൾസെയിൽ വെക്കാൻ വേണ്ടിയുള്ള തുണി ഞാൻ പോയി എറണാകുളം വരെ പോയി. അപ്പം ഞാൻ അങ്ങനെ യാദൃച്ഛികമായിട്ട് നമ്മുടെ 2 പേരെയും കണ്ടു. അത് വേണുക്കുട്ടനെയും പ്രകാശേട്ടനെയും കണ്ടു. അപ്പം ഞാൻ അതുവഴി ഇങ്ങനെ നടന്നു പോവാൻ. ഞാനൊന്നും വേറെ നമ്മൾ ഹായ് എന്ന് വെച്ചിട്ട് പോകാന്ന് വെച്ച്. അപ്പം അവരെന്ത് ചെയ്ത് എന്നെ വിളിച്ചിട്ട് വെള്ളം മേടിച്ചു തന്നു കുടിക്കാൻ. കുടിക്കാൻ കള്ള് മേടിച്ചു തന്നു. അപ്പം ഞാൻ പോയി കൂടെ കൂടി സന്തോഷം. അപ്പം എന്ത് ചെയ്യാനോ, അവസാനം ഈ വേണുക്കുട്ടനെ കളിയാക്കി അത് ഏറ്റുപിടിച്ച് നമ്മുടെ പ്രകാശേട്ടൻ. അതങ്ങ് ഒത്തിരി വിഷമമായിപ്പോയി. അതുകൊണ്ട് ഞാൻ പൈസയും കൊണ്ട് എവിടുന്നോ എനിക്ക് കിട്ടാനുള്ളത് ഞാൻ പോയി മേടിച്ചോണ്ട് വന്ന് ഇപ്പം ഇങ്ങ് കൊണ്ടുവരുവാ. ഞാൻ 100 രൂപ കൂടുതലുണ്ട്. ആ വേണുക്കുട്ടന് 50 രൂപയുടെ കൊടുത്തേര്. ആ വേണുക്കുട്ടനാണ് എന്നെ കളിയാക്കാൻ മുമ്പിൽ നിന്നത്. എന്നാ ചേച്ചി, അപ്പൊ ശരി, ഞാൻ പോവാ. പ്രകാശൻ ഒരിക്കലും നന്നാവില്ലടി.